വെൽക്കം ടു നീതാസ് ടേസ്റ്റ് ലാൻഡ്. നമ്മൾ ഇന്നൊരു മീൻ കറി ഉണ്ടാക്കാൻ പോവാണ്. മീൻ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പല രീതിയിലുള്ള മീൻ കറികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു മീൻ കറിയാണ്. കുറച്ചധികം പ്രിപ്പറേഷൻ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ടേസ്റ്റും ഉള്ള ഒരു മീൻ കറിയാണ്. നമ്മൾ മൂന്നാർ വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങൾ അവിടെ മൂന്നാറിൽ പോയപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. അവിടെ നിന്ന് കഴിച്ച മീൻ കറിയാണിത്. അതുകൊണ്ട് ഞാനിതിന് മൂന്നാർ ഫിഷ് കറി എന്നാണ് പേരിട്ടിരിക്കുന്നത്. കഴിക്കാൻ വളരെ ടേസ്റ്റ് ഉള്ള ഒരു ഫിഷ് കറിയാണ്. പക്ഷെ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൽ സാധാരണ മീൻ കറിയിൽ ചേർക്കുന്നതിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, അധികം വ്യത്യാസങ്ങളില്ല. പിന്നെ ചെയ്യുന്ന സമയം കുറച്ച് സമയം എടുത്തിട്ടേ നമുക്ക് ഈ മീൻ കറി റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മീൻ കറി റെഡി ആക്കുമ്പോൾ ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സൺഡേ ഒക്കെ റെഡിയാക്കായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സാറ്റർഡേ വൈകിട്ട് റെഡിയാക്കി വെച്ചിട്ട് സൺഡേ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയായാലും മീൻ കറി റെഡിയാക്കിയിട്ട് ഉടനെ തന്നെ ഉപയോഗിക്കരുത്. ഒരു 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. അതുപോലെ തന്നെ പുളിയുടെ അളവൊക്കെ ഞാൻ പറയുന്ന അളവ് തന്നെ ആവണം എന്നില്ല. എല്ലാവർക്കും പുളിയുടെ ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തർക്കും പുളി കൂടുതൽ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും, പുളി കുറച്ച് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. അപ്പൊ അതനുസരിച്ച് പുളിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. അതുപോലെ ഞാനിപ്പോൾ നെയ്മീനിലാണ് ഈ മീൻ കറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെയ്മീൻ പോലെ കുറച്ച് തിക്നെസ് ഉള്ള ഏത് മീൻ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ചാള, അയല പോലെയുള്ള മീനുകളിൽ ഈ കറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആവില്ല. ബാക്കിയുള്ള തിക്നെസ് ഉള്ള മീൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ മീൻ ഉലർത്തിയത് ഉണ്ടാക്കിയപ്പോൾ കേര മീനാണ് ഉപയോഗിച്ചത്. അപ്പോൾ കേര മീൻ ഈ ഒരു മീൻ കറിക്ക് അത്ര പെർഫെക്റ്റ് അല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം തന്നെ പൊടിഞ്ഞു പോകുന്ന മീനാണ്. അപ്പൊ അത്രയും പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനല്ലാതെ കുറച്ച് ബലമുള്ള മീനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മൂന്നാർ ഫിഷ് കറി റെഡിയാക്കുക എന്ന് നോക്കാം. നമുക്ക് നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മീൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പൊടികൾ എടുത്തിരിക്കുന്നത് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഉലുവ പൊടിച്ചത്, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ. ഇതിൽ നമ്മൾ ഉലുവ പൊടിയും ഉലുവയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മീൻ കറികളിൽ ചേർക്കാത്ത വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുടംപുളിയാണ്. 3 പീസ് കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്. ഞാനിതിപ്പോൾ 2 രീതിയിൽ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബ്സ് ആയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ നീളത്തിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രേവി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീളത്തിൽ തക്കാളി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കറിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഗ്രേവി എത്ര വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ സവാളയുടെ എണ്ണം തീരുമാനിക്കുക. ഞാനിതിപ്പോൾ 3 ചെറിയ സവാളയാണ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത്രയും ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ സവാളയുടെ എണ്ണം കുറയ്ക്കാം. ആദ്യം നമുക്ക് മീനിലേക്ക് കുറച്ച് മസാല പൊടികൾ പുരട്ടി വയ്ക്കാനുണ്ട്. അത് ആദ്യം ചെയ്യാം. നമ്മളിപ്പോൾ മീൻ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിക്നെസ് ഉള്ള മീനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മസാലകളൊക്കെ പുരട്ടിയതിന് ശേഷം ഒരു 20 മിനിറ്റ് എങ്കിലും മിനിമം വയ്ക്കുക. ഇല്ലെങ്കിൽ അരമണിക്കൂർ വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. അപ്പോൾ ഇത്രയും തിക്നെസ് ഉള്ള മീനിൽ തന്നെ ചെയ്യണമെന്നില്ല, കുറച്ചുകൂടി തിക്നെസ് കുറഞ്ഞ പീസായാലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. ഇതൊക്കെ നമ്മൾ മീനിന് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ഗ്രേവി റെഡിയാക്കുമ്പോൾ ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ പൗഡർ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. ഇതിപ്പോൾ അപ്പത്തിൻ്റെ പാകത്തിന് പൊടിച്ച അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്തിട്ട് മീനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കറി ചെയ്യുമ്പോൾ കുറച്ച് ഇതുപോലെ തിക്നെസ് ഉള്ള മീൻ എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ സാധാരണ എടുക്കുന്ന അയല പോലെയുള്ള മീനുകളൊക്കെ ഈ ഒരു കറിക്ക് അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. ഇപ്പൊ നമ്മൾ നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് മസാല തേച്ച് കഴിഞ്ഞു. ഇത് ഇനിയിപ്പോൾ 20 മിനിറ്റ് മിനിമം വയ്ക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതിലേക്ക് നമ്മൾ മസാല മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മീനിന് ചെറിയ നനവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചേർക്കുന്ന പൊടികളെല്ലാം നന്നായിട്ട് മീനിലേക്ക് പിടിച്ചോളും. സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴാണ് കുറച്ച് വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഗ്രേവിയുടെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഇപ്പോൾ നമ്മൾ മസാല റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി,
അതുപോലെ തന്നെ ഇഞ്ചി, സവോള ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് സവോള സോഫ്റ്റ് ആയി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സൺഫ്ലവർ ഓയിലാണെങ്കിലും കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. സവോള ഒന്ന് വേഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. പിന്നീട് നമ്മൾ ഗ്രേവി റെഡിയാക്കുമ്പോൾ ഈ ഉപ്പിൻ്റെ കാര്യം ഓർക്കാറില്ല എന്നുണ്ടെങ്കിൽ കറിയിൽ ഉപ്പ് കൂടിപ്പോവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് കുറേ അങ്ങ് ഗ്രേവി ആയിട്ടുള്ള കറിയല്ല കേട്ടോ. നമുക്കിപ്പോൾ കപ്പയുടെയും അതുപോലെ തന്നെ അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. അധികം ലൂസായിട്ടുള്ള ഗ്രേവിയുള്ള കറിയല്ല. നമ്മൾ സാധാരണ തേങ്ങ അരച്ച് വയ്ക്കുന്ന കറികൾ പോലെയുമല്ല, അല്ലാതെ ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ചേർത്തിട്ട് മീൻ കറി ഉണ്ടാക്കുമല്ലോ അതുപോലെയും അല്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ ഓർക്കുക. അപ്പോൾ അത് നമ്മുടെ പുളി അനുസരിച്ച് നമുക്ക് എത്ര പുളി വേണം എന്നുള്ളതനുസരിച്ച് പുളിയുടെ അളവൊക്കെ തീരുമാനിക്കാം. പക്ഷേ കുടംപുളി ഇട്ട് വെച്ച വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ പറഞ്ഞത്. വെറുതെ പുളി ഇടുകയാണെങ്കിൽ പുളി നന്നായി നമ്മുടെ ഗ്രേവിയിലേക്ക് മിക്സ് ആയി വരാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം ആ വെള്ളവും കൂടി ചേർത്ത് ഒഴിക്കുകയാണെങ്കിൽ വേഗം തന്നെ ആ പുളി നമ്മുടെ ഗ്രേവിയിലേക്ക് മിക്സ് ആയി കിട്ടും. അപ്പോൾ നമ്മുടെ സവാള സോഫ്റ്റ് ആയി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടി കുക്കായി മല്ലിപ്പൊടിയുടെ ആ ഒരു റോ സ്മെല്ലും റോ ടേസ്റ്റും മാറി വരണം. ഞാനിതിപ്പോൾ അധികം മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നില്ല ഈ കറിയിൽ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളൂ. നമ്മളിതിൽ കാശ്മീരി ചില്ലി പൗഡറാണ് കൂടുതൽ ചേർക്കുന്നത്. മല്ലിപ്പൊടിയുടെ ആ റോ സ്മെല്ലൊന്ന് മാറി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ മീനിൽ മഞ്ഞൾപ്പൊടി ചേർത്തതാണ്. അപ്പോൾ ആകെ ഈ കറിയിലേക്ക് നമ്മൾ ചേർക്കുന്നത് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ 1/4 ടീസ്പൂൺ മീനിൽ ചേർത്തിരുന്നു. ഇപ്പോൾ 1/2 ടീസ്പൂൺ ഈ സവാളയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉണ്ട്. നമ്മളിങ്ങനെ പൊടികൾ ചേർത്ത് വരുമ്പോൾ അല്ലാതെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ റോ സ്മെല്ല് മാറി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ വെളുത്തുള്ളിയൊക്കെ മുറിക്കാതെ അങ്ങനെ തന്നെ ചേർത്തത്. എന്തായാലും നമ്മളത് അരയ്ക്കുമ്പോൾ എല്ലാം വേഗം അരിഞ്ഞ് കിട്ടിക്കോളും. പിന്നെ വെളുത്തുള്ളി മുറിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മുറിച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ മുറിച്ച് ചേർക്കാം. ഇഞ്ചി പിന്നെ വലിയ പീസായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയുടെ ഇൻസൈഡ് കുക്കാവില്ലല്ലോ, അതുകൊണ്ടാണ് ഇഞ്ചി മാത്രം മുറിച്ച് ചേർത്തത്. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും കുക്കായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ സാധാരണ മുളക് പൊടി ചേർക്കുന്ന ആളുകൾ ഈ മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. നമ്മുടെ മുളക് പൊടിയും കുക്കായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു തക്കാളി ഇപ്പോൾ ചേർക്കുന്നുള്ളൂ ഗ്രേവിക്കായിട്ട്. പിന്നെ നമ്മളൊരു ചെറിയ തക്കാളി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുടംപുളിയും ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും മീനിൽ. അപ്പോൾ തക്കാളിയുടെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിന് പുളി കൂടി പോകരുതല്ലോ, അതുകൊണ്ടാണ് തക്കാളി ചേർത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങണം. പിന്നെ ഈ കറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ചൂടുവെള്ളം മാത്രമേ ചേർക്കുള്ളൂ, പച്ചവെള്ളം ചേർക്കില്ല. അപ്പോൾ നമ്മൾ ഈ അരപ്പ് റെഡിയാക്കി കഴിയുമ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടെ റെഡിയാക്കി വെക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചട്ടിയിൽ ഗ്രേവി റെഡിയാക്കുമ്പോൾ ആ ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. അത് ആദ്യമേ റെഡിയാക്കാൻ ഓർത്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വഴറ്റി ചേർത്തിട്ട് അരയ്ക്കുന്നതിൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റ് എല്ലാം വ്യത്യാസം വരും. അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളിയും കുക്കായി കഴിഞ്ഞു. ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മസാലയുടെ ചൂട് മാറിയതിന് ശേഷമേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മസാലയുടെ ചൂട് മാറി വരുന്നത് വരെ ഇത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മീൻ പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മീൻ പൊരിച്ചെടുക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, അപ്പച്ചട്ടിയിൽ മീൻ പൊരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ അപ്പം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിത് മീൻ പൊരിക്കാൻ വേണ്ടി മാത്രം എടുത്ത് വെച്ചിരിക്കുന്ന അപ്പച്ചട്ടിയാണ്. ഇതിലല്ല അപ്പം ഉണ്ടാക്കുന്നത്. പുറത്ത് ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്. എന്തോ പാർട്ടിയുടെ എന്തോ പരിപാടിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി. ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഓരോ പീസായിട്ട് മീൻ പൊരിച്ചെടുക്കുന്നുള്ളൂ. ഒരുമിച്ച് തന്നെ പൊരിച്ചെടുക്കുന്നില്ല. 3 പീസ് ഒരുമിച്ച്
എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഓരോ പീസായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ മീൻ പൊരിക്കുന്ന ചട്ടി ഇതാണ്, അപ്പോൾ എനിക്ക് ഇതിൽ തന്നെ മീൻ പൊരിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ വേറെ പാനിൽ മീൻ പൊരിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് വലിയ പാനിൽ വെച്ചിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. നമുക്കിപ്പോൾ ഇതിലേക്ക് നമ്മളെല്ലാ ഫിഷ് ഫ്രൈയിലും ചെയ്യുന്ന പോലെ 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇത് സാധാരണ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്. ഒന്ന് ഹാഫ് കുക്ക് ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ മീൻ പൊരിച്ചെടുക്കട്ടെ മുഴുവനും. ഈ ഒരു രീതിയിൽ നമ്മൾ മീൻ പൊരിച്ചെടുത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടില്ല, ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അരപ്പും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ മീൻ പൊരിച്ച എണ്ണ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്, ചട്ടിയിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് ഒഴിക്കാം. ഞാൻ ആ മീനിൻ്റെ ടേസ്റ്റൊക്കെ ഈ കറിയിലേക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ മീൻ കറിയിൽ കടുക് ഇടാറില്ല, ഇവിടെയൊക്കെ കടുക് ഇടാറില്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ കടുക് ഇടാറുണ്ട്. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ ചേർക്കണം. ഉലുവ മീൻ കറിയിൽ നമ്മൾ ചേർത്താലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉലുവ ചേർക്കാത്ത കറികൾക്ക് കുറച്ച് ടേസ്റ്റ് കുറവായിരിക്കും. സാധാരണ നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഉലുവ ചേർക്കാറില്ല എന്നുണ്ടെങ്കിൽ ഇനി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ഉലുവ ചേർത്ത് നോക്കൂ, ഉറപ്പായിട്ടും ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. കടുക് പൊട്ടി കഴിയാറാവുമ്പോഴേ നമ്മൾ ഉലുവ ചേർക്കാൻ പാടുള്ളൂ. ആദ്യമേ തന്നെ ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ ഉലുവ കരിഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് ഇത്രയും ഉലുവയാണ് കേട്ടോ ഈ ഒരു മീൻ കറിയിലേക്ക്. പിന്നെ നമ്മൾ ഉലുവ പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഉലുവ കുറച്ച് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ വേഗം തന്നെ പൊട്ടി വരും. ഉലുവയും പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ അവസാനം ചേർക്കാൻ വേണ്ടിയിട്ട് ബാക്കി വെക്കണം. പച്ചമുളക് ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇനി അരപ്പിൻ്റെ ഈ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ പച്ചവെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത്, ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ബബിൾസ് വന്ന് പൊട്ടി തെറിച്ച് തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, ഇല്ലെങ്കിൽ കയ്യിലൊക്കെ തെറിച്ചിട്ട് കൈ കൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മൺചട്ടിയിൽ തന്നെ മീൻ കറി റെഡിയാക്കുന്നതാണ് കൂടുതൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഗ്രേവി തെറിക്കുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് ഫ്ലെയിം കൂട്ടിയും കുറച്ചുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. നമ്മുടെ മസാല കുക്കായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കുടംപുളിയും ആ വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുടംപുളി നന്നായിട്ട് തിളച്ച വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത്, വേഗം തന്നെ ആ പുളി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കണം. ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മീൻ ഹാഫ് കുക്ക് ആയതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വെള്ളം ചേർത്തിട്ട് കുറേ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളത്തിൽ ആ ഫിഷ് ഒന്ന് കുക്കായി, ബാക്കിയുള്ള ഹാഫ് കുക്കായി വരുന്ന അത്രയും സമയം കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിൽ തക്കാളി അരച്ചതുകൊണ്ട് തന്നെ വേഗം തന്നെ തിക്കായി വരും ഗ്രേവി, അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ച് കളറ് കുറവുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടി കളറായി വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എരിവ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ ചെയ്യുക. എരിവ് കറക്റ്റ് ആണെങ്കിൽ കളറ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മുളക് പൊടി ഉപയോഗിക്കരുത്, കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കാം. അപ്പോൾ ഇനി ഇത് തിളച്ച് തുടങ്ങി. തിളച്ച് കറി ഒന്ന് കുറുകി വരുമ്പോഴേ നമ്മൾ മീൻ ചേർക്കുള്ളൂ. ഇപ്പോൾ തന്നെ മീൻ ചേർക്കില്ല. സാധാരണ നമ്മൾ ഗ്രേവി തിളയ്ക്കുമ്പോൾ തന്നെ മീൻ ചേർക്കാറുണ്ട്. പക്ഷേ ഈ ഒരു കറി ഒന്ന് തിക്കായി വരുന്നതനുസരിച്ച് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുള്ളൂ. നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറി തിക്കായി തുടങ്ങി, ഗ്രേവി തിക്കായി തുടങ്ങിയത് കണ്ടോ, ഇതുപോലെ ആയി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ മസാല റെഡിയാക്കിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, അതുപോലെ തന്നെ മീൻ പൊരിച്ചെടുക്കുമ്പോൾ മീനിലേക്ക് മസാല പുരട്ടിയപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. പിന്നെ ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കരുത്, ചട്ടി ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ എണ്ണയിലൊന്ന് സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ കൊടുത്തിരിക്കുന്നത് ടോട്ടൽ നമ്മൾ ഈ കറിയിലേക്ക് ചേർത്തിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡറിൻ്റെ അളവാണ്.
നെയ്മീൻ ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് തന്നെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മീൻ ഇട്ടിട്ട് മീനിലേക്ക് ആ ഗ്രേവി ഒന്ന് പിടിച്ചു വരാനായിട്ട് ഞാൻ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മീനൊന്ന് നമ്മുടെ ഗ്രേവിയിൽ നന്നായി മുങ്ങിക്കിടക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇളക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഒന്ന് അനക്കി കൊടുക്കുന്നത്. പക്ഷെ ഇളക്കല്ല, അനക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടി ചട്ടി ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇളക്കലില്ല, ചട്ടി ചുറ്റിക്കൽ മാത്രമേ ഉള്ളൂ. ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ചു കുറുകിക്കഴിഞ്ഞു. ഇതുണ്ടോ, ഗ്രേവി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് മാറി വരുന്നതനുസരിച്ച് ഈ ഗ്രേവി വീണ്ടും കുറുകി വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ചേർക്കാം. ഒരു പിഞ്ചാണ് ഞാൻ ഉലുവപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ബാക്കിയിരിക്കുന്ന കറിവേപ്പില. ഇനി നമ്മൾ ഈ കറി അടച്ചു വെച്ചതിന് ശേഷം ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ ഇത് കുറച്ച് സമയം അടച്ചു വയ്ക്കുക. അതിനുശേഷം ഒന്ന് ചൂട് കുറഞ്ഞു കഴിഞ്ഞിട്ട് പുളിയൊക്കെ മീനിലേക്ക് നന്നായി പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. 4 മണിക്കൂറിന് ശേഷമാണെങ്കിൽ മീനിലേക്ക് നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ പുളി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന കുടംപുളിയുടെ പീസ് എടുത്ത് മാറ്റുക. അല്ലെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് പുളി വല്ലാതെ അങ്ങ് കൂടിപ്പോവും. അതുകൊണ്ടാണ് പുളി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ എടുത്ത് മാറ്റുക എന്ന് പറയുന്നത്. ഇതൊക്കെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചൂട് മാറിയതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻകറി ചൂടൊക്കെ മാറി കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ കപ്പയുടെ കൂടെയാണ് മീൻകറി എടുത്തത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു കപ്പ അല്ലെങ്കിൽ ചപ്പാത്തി, പൊറോട്ട, അപ്പം ഇതിൻ്റെയൊക്കെ കൂടെയാണ് ഈ മീൻകറി പെർഫെക്റ്റ് ആവുക. ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ മീൻകറി ഒന്ന് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.